മക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ CBSE റിസൾട്ട് വന്ന ഉടനെ തന്നെ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ ഒരുപാട് കമൻസാണ് വന്നത്. അത് മാത്രമല്ല, എൻ്റെ ഒരുപാട് CBSE കുട്ടികളുണ്ട്. അവർക്കൊക്കെ വാല്യൂ ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്ത മാർക്കിൽ വളരെ കുറവാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഓരോ കുട്ടിയും എനിക്കറിയാം അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നത്. ഞാൻ അവരുടെ ടീച്ചറല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടുന്നു. ചില കുട്ടികൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഫിസിക്സിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള ബയോളജിയിലേക്ക് വന്നപ്പോൾ വളരെ കുറഞ്ഞ മാർക്ക്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്ക് വന്നപ്പോൾ വളരെ കുറഞ്ഞ മാർക്ക്. അതായത് വാല്യുവേഷനിൽ എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാനിപ്പോൾ വന്നത്. ഈ CBSE റിസൾട്ട് വന്ന ഉടനെ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു അപാകത ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് അറിയുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ JEE മെയിനൊക്കെ ക്വാളിഫൈ ചെയ്ത കുറച്ച് കുട്ടികളുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾ. അവർക്ക് പോലും ചില സബ്ജക്റ്റിന് നല്ല മാർക്ക്, അവർ എക്സ്പെക്റ്റ് ചെയ്ത മാർക്കിലേക്ക് അവരെത്തിയിട്ടില്ല. അപ്പോഴേ എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 2 ദിവസമായിട്ട് അതൊരു വെറിയിടാണ്. കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 10th CBSE ഒരു ബാച്ച് ഉണ്ട് എനിക്ക്. അതിൽ മാത്സിലൊക്കെ കുട്ടികൾക്ക് നല്ല മാർക്ക് കുറവ്. ഇപ്പോൾ എന്താണെന്ന് ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു. കുട്ടികൾ റീവാലുവേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിച്ചിരുന്നു. എങ്ങനെ റീവാല് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനിടയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. ഈ CBSE കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ നടത്തിയൊരു ഇൻ്റർവ്യൂ. അദ്ദേഹം പറയുന്നത് സമയബന്ധിതമായിട്ട് റിസൾട്ട് വരാൻ വേണ്ടി, ഈ വർഷം കുംഭമേളയൊക്കെ നടക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് റിസൾട്ട് വരാൻ വേണ്ടി ഞങ്ങൾ ഈ പേപ്പർ ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഒരു തേർഡ് പാർട്ടിയുടെ വാല്യുവേഷൻ ആയിരിക്കും കുട്ടികളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കേണ്ടത്. കാരണം തേർഡ് പാർട്ടി വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് ഒരു പെർഫെക്റ്റ് വാല്യുവേഷൻ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നമ്മളിത് ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയേ. ഈ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ ഈ കുട്ടിയുടെ ഏറ്റവും ടഫായിട്ടുള്ള ഫിസിക്സിന് നല്ല മാർക്കുണ്ട്, കെമിസ്ട്രിക്ക് നല്ല സ്കോർ ചെയ്ത കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിയുടെ ബയോളജിയുടെ മാർക്ക് നോക്കി വളരെ കുറവാണ്. അപ്പം നമ്മൾ പറയുന്നത് ഒരു കുട്ടി ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു എന്നല്ല പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തൊരു കുട്ടിയുടെ ബയോളജിയുടെ മാർക്ക് വളരെ ലോ ആണ്. അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. ഇങ്ങനെ ഒരു കുട്ടിയുടെ അവസ്ഥയല്ല, ഒരുപാട് കുട്ടികളുടെ അവസ്ഥ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കണം, നമ്മളിത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. നമ്മൾ ഈ മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നമുക്കുണ്ടായ ഒരു അനുഭവം നാളെ വേറൊരു കുട്ടിക്ക് ഉണ്ടാവരുത്. അത് തന്നെ ഇന്ന് നമ്മൾക്കുണ്ടായ ഒരു അനുഭവം നാളെ ഒരു CBSEയിൽ പഠിക്കുന്ന വേറൊരു കുട്ടിക്ക് ഉണ്ടാവരുത്. ഇനി റീവാലുവേഷൻ വരേണ്ട സമയം, റീവാലുവേഷൻ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റീവാലുവേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. റിസൾട്ട് വന്ന് 3 ദിവസമായി സൈറ്റ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി റീവാലുവേഷന് ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കണം. ഫോട്ടോ കോപ്പി 1 വീക്കിനുള്ളിൽ നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. 1 വീക്കിനുള്ളിൽ അനലൈസ് ചെയ്ത് റീവാലുവേഷന് കൊടുക്കണം. റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കേരളത്തിലൊരു കുട്ടി, ഇപ്പോൾ കീമിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായി. കീം എൻട്രൻസ് എന്ത് ചെയ്യുക, സ്കോർ വന്നു, മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായി. ഒരു CBSE കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസൾട്ട്, അവൻ ഇപ്പോൾ കിട്ടിയ റിസൾട്ടാണ് റിസൾട്ട്. അവന് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അവൻ എപ്പോഴാണ് മാർക്ക് അപ്ലോഡ് ചെയ്യുക? അല്ലേ, ഒരുപാട് ദിവസം അപ്പോഴത്തേക്കേ റിസൾട്ട് വരുള്ളൂ, റീവാലുവേഷൻ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പ്രോബ്ലമാണ്. പക്ഷേ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതിയെന്ന് മക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കുക, റീവാലുവേഷൻ കൊടുക്കുക. അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളൊരു സ്കൂൾ ടീച്ചറെ കൊണ്ട് കാണിക്കുക. എന്നിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. മക്കളെ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുക. ഫോട്ടോ കോപ്പി എടുക്കുക, എന്നിട്ട് സ്ക്രൂട്ടിനി നടത്തിയിട്ട് എന്ത് ചെയ്യുക, റീവാലുവേഷൻ അപേക്ഷിക്കണം. എന്നാൽ മാർക്ക് കൂടും, ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത്രയും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.